കൊല്ലത്തിൻ്റെയും 10 കൊല്ലത്തിൻ്റെയും വാറണ്ടി വരുന്നുണ്ട്. അത് വിത്ത് വാറണ്ടി കാർഡ് സഹിതം. സെയിം കോപ്പിൻ്റെ വാറണ്ടി കാർഡ് ഉണ്ട്. വാറണ്ടി കാർഡ് കമ്പനി തരുന്നുണ്ട്. സെയിം കോപ്പിൻ്റെ വാറണ്ടി കാർഡ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് അത്രയും വിശ്വാസത്തോടു കൂടി ഇത് കൊണ്ടുവന്ന് പിന്നെ നമ്മുടെ ഈ ഒരു PPF ഒട്ടിക്കുക, അതായത് ഒട്ടിച്ചുകൊണ്ടിരിക്കുക, ഒന്ന് നമുക്ക് അടുത്തൊന്ന് കാണിച്ചു കൊടുക്കുക. നേരത്തെ PPF ഒട്ടിക്കുന്നതിന് മുമ്പേ നമ്മൾ ജസ്റ്റ് ടാങ്ക് കാണിച്ചു തന്നു. അതിനുശേഷം ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് ക്യാമറയിൽ എത്രത്തോളം മനസ്സിലാവുമെന്നറിയില്ല, എങ്കിൽ തന്നെ നമുക്ക് അത്യാവശ്യം അറിയാൻ പറ്റും. അതെ അതെ. ഇപ്പം ഓ ശരിക്കും നിങ്ങളിത് വണ്ടിപ്രാന്തന്മാരാണ്, ബൈക്ക് പ്രാന്തന്മാരാണ്. നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം നമ്മുടെ അരുണേവാ, നമ്മുടെ പ്രിയ സുഹൃത്ത് അരുണിൻ്റെ കൂടെ തന്നെ ഉണ്ട്. നമ്മുടെ ഈ ഒരു തുടക്കം എന്നുള്ള ആ ഒരു ഫേം നമുക്ക് സക്സസ് ആകണം. കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ മൊത്തം നമുക്ക് ഫുൾ ടൈം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇതാക്കണം. അപ്പോൾ അതുവരെ നമ്മൾ അരുണിൻ്റെ കൂടെ സപ്പോർട്ടായിട്ട് കാണും. അപ്പം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് എല്ലാവർക്കും അറിയാവുന്ന ഒരു പ്രോഡക്റ്റാണ്, വണ്ടിപ്രേമിയൊക്കെ അറിയാവുന്നതാണ്. PPFിൻ്റെ പെയിൻറ്റ് പ്രൊട്ടക്ഷൻ ഫിലിം. അത് സാധാരണ എല്ലാവരുടെയും വിചാരം ഭയങ്കര വലിയൊരു കോസ്റ്റ് ആവുന്ന ഒരു പ്രോസസ്സാണെന്നാണ്. പക്ഷേ നമുക്ക് നിങ്ങളുടെ പ്രിയപ്പെട്ട വെറും ബൈക്കുകളിൽ വരെ PPF ചെയ്യാം. അപ്പോൾ ബൈക്കിൽ PPF ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരുടെയും കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് RX100 എനിക്ക് തന്നെ ഡെയിലി ഒരു 10 കോളെങ്കിലും മിനിമം വരും. RX100 കൊടുക്കാറുണ്ടോ എന്ന് ചോദിച്ചാൽ അത്രയും ഫാൻ ബേസ് ഉള്ളൊരു വണ്ടിയാണ്. അപ്പോൾ ഫുൾ ടെസ്റ്റൊക്കെ കഴിഞ്ഞ് സ്റ്റോക്ക് കണ്ടീഷനിൽ പണിത വണ്ടിക്കകത്ത് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പം എന്താ നമ്മുടെ ഇവിടെ ടാങ്കിലാണ് PPF ചെയ്യാൻ പോണത്. അപ്പോൾ ഈ ഒരു PPF ചെയ്യുന്ന ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ യമഹ വണ്ടിയാണ്. ഇപ്പോൾ നമ്മൾ ലക്ഷറി ബൈക്കുകൾ, ഇപ്പോൾ ഹൈനസ്, അതേപോലെ തന്നെ ലക്ഷറി ഏതായാലും ഇപ്പോൾ സ്പോർട്സ് ബൈക്കുകളൊക്കെ ഉണ്ടല്ലോ, 10-20 ലക്ഷം വരെ വിലയുള്ള ബൈക്കുകളുണ്ട്. ഇപ്പോൾ ഈ പറയുന്നത് പോലെ നമ്മുടെ യമഹ RX100, അതേപോലെ കുഞ്ഞു ബൈക്കായാലും ഇപ്പോൾ നിങ്ങളിപ്പോൾ എടുക്കുന്ന 1 ലക്ഷം രൂപ വിലയുള്ള ബൈക്കായാലും 80,000 അല്ലെങ്കിൽ 50, ഇപ്പോൾ 1 ലക്ഷം രൂപ കുറഞ്ഞ് ബൈക്കുകളില്ല, അത് വേറൊരു യാഥാർത്ഥ്യം. അപ്പോൾ അങ്ങനെയുള്ള ബൈക്കുകളിൽ നമ്മൾ പുതിയ വണ്ടി എടുക്കുമ്പോൾ നമ്മൾ ഈ ഒരു ടാങ്ക് ബാഗ് യൂസ് ചെയ്താലും യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ തന്നെ നമ്മളുടെ ടാങ്കുകൾ ഉരഞ്ഞിട്ട് നമ്മുടെ വണ്ടി ഒരു കൊല്ലത്തിനുള്ളിൽ വേറെ ഒന്നുമല്ല. ഇപ്പോൾ നമ്മൾ വണ്ടിയിൽ ജസ്റ്റ് കയറിയിരിക്കുമ്പം നമ്മുടെ ബെൽറ്റ് കൊള്ളുക, എന്തിന് നല്ല ക്വാളിറ്റി ആയിട്ട് ഇപ്പോൾ കമ്പനി തന്നെ പെയിൻറ്റിങ് ചെയ്തു വരുന്നത് നല്ല ക്വാളിറ്റിയിൽ പെയിൻറ്റ് ചെയ്താൽ തന്നെ നമ്മുടെ നഖം കൊണ്ട് സ്ക്രാച്ച് വീഴാം. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ സാധനം ഇവിടെ ഈ ഒരു ഭാഗത്ത് നമ്മൾ വെച്ചുകൊണ്ട് പോകുമ്പോൾ ആ ഒരു സാധനം വെച്ച് കുറേ നാൾ ഇവിടെ ഫുള്ളങ്ങ് വൃത്തിയേടാവും, ഒരു ബൈക്കിൻ്റെ ഗ്ലാമർ ഫുള്ള് പോവും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് ഇതാ ഇവിടെ നമ്മുടെ അരുൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അരുൺ പറയാം, അരുണെ ഇപ്പം ഞാൻ പറഞ്ഞതിൽ വല്ല തെറ്റുണ്ടോ? ഒരു തെറ്റുമില്ല. അപ്പം നിങ്ങളുടെ ഏതൊരു ലക്ഷറി ബൈക്കായാലും എന്തോ ആവട്ടെ, ഇവിടെ കിടക്കുന്നതുണ്ടോ ടോയ്, ഈ ഒരു ടോയ് എന്താ ഇവിടെ ഇട്ടിരിക്കുന്നത് സ്റ്റൈലിന് വേണ്ടിയിട്ടാണ്? അല്ല, സ്റ്റൈലിനല്ല, അദ്ദേഹത്തിൻ്റെ മോളുടെ വണ്ടിയാണത്. അപ്പോൾ അത് ചെയ്യാൻ വന്നപ്പം അദ്ദേഹം പറഞ്ഞെന്ന് ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുത്തതാണ്. അപ്പോൾ അത് ഈ കുഞ്ഞ് സ്ക്രാച്ച് ആക്കിയപ്പം അദ്ദേഹം പെട്ടെന്ന് അതൊരു ഇതായി. കാരണം ഒരു പിള്ളേരുടെ വാഹനം എന്ന് പറയുമ്പോൾ ആദ്യത്തെ വാഹനമല്ലേ ഇത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹം ഇതൊന്ന് ഒന്ന് ചെയ്താലേ. ഇത് റിമോട്ടിൽ ഓടുന്ന സാധനമല്ലേ? ഓക്കെ, കീയൊക്കെ ഉണ്ടല്ലേ, കൊള്ളാമല്ലേ? സൗണ്ട് സ്റ്റാർട്ടൊക്കെ ആവുന്നുണ്ട്. അപ്പോൾ ഇതിനകത്തും PPF ഒട്ടിക്കാൻ പോവുക. അപ്പോൾ ഈ ബൈക്കിൽ ഒട്ടിക്കുന്നത് കൊണ്ട് PPF ഇതിനകത്ത് കൂടെ ഒട്ടിക്കാമെന്ന് വിചാരിച്ചില്ലേ? ഓക്കെ, നല്ല സ്പീഡിന് ഓടുന്നുണ്ടല്ലോ സാധനം. അപ്പോൾ നമ്മുടെ കുട്ടിയൊക്കെയുള്ള ജീപ്പ് വരെ PPF ഓടാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ ഈ ബൈക്കിൻ്റെ വർക്ക് കിടക്കുക. അപ്പോൾ ഇവിടെ ഏതൊക്കെ ഭാഗത്താണ് നമ്മൾ PPF ഒട്ടിക്കുന്നത്? ഈ ബൈക്കിന് ഇപ്പോൾ ആയിക്ക് 2 തവണ ഇതിന് പെയിൻ്റ് അടിച്ചിട്ടുണ്ട്. പിന്നെ ടെസ്റ്റ് ആയതുകൊണ്ട് ഇപ്പം അദ്ദേഹത്തിന് ഇനി അദ്ദേഹം മനസ്സിലായി ഇനി എന്തെങ്കിലും സ്റ്റിക്കർ ഒട്ടി. കാരണം ഇവിടെ എപ്പോഴും അറിയാതെ ഇവിടുന്ന് തുറക്കുമ്പോൾ ഈ മെറ്റിലായതുകൊണ്ട് ഇത് സ്ക്രാച്ച് വീഴും. ഒരിക്കലും സ്ക്രാച്ച് വീഴാതിരിക്കാൻ വേണ്ടി. അതെ. ഇപ്പോൾ ഒരു 5 തൊട്ട് 10 വർഷം വരെ അത് കടന്നുകൊള്ളില്ല. 5 വർഷം മുതൽ 10 വർഷം. ഇതിപ്പോൾ നമ്മൾ ചെയ്യുന്നതിന് എത്രയാണ് നമുക്ക് വാറണ്ടി എങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നത്? വാറണ്ടി നമുക്കിപ്പോൾ സെയിൻ കോപ്പേൻ്റെ പ്രോഡക്റ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സെയിൻ കോപ്പേ, ഈ സ്റ്റിക്കർ അല്ലേ? ഇത് ഫിലിം എന്നല്ലേ പറയുന്നത്, പ്രൊട്ടക്ഷൻ ഫിലിം. ഈ ഒരു പ്രൊട്ടക്ഷൻ ഫിലിം എന്ന് പറയുമ്പോൾ ഇത് ഹൈ ക്വാളിറ്റി, അതായത് കാറ്റഗറി പെടുന്ന ഫിലിമാണ്. PPU കാറ്റഗറി പെടുന്ന ഫിലിമാണ്. അതെ, ഫിലിമിൽ തൊടുമ്പോൾ തന്നെ നമുക്കൊരു വ്യത്യാസം മനസ്സിലാവുന്നുണ്ട്. ഈ ഒരു ഫിലിം ഇപ്പോൾ അരുൺ പറഞ്ഞതിന് ശേഷമാണ് ഇതിന് വാറണ്ടി ഉൾപ്പെടെ വാറണ്ടി കാർഡ് സെയിൻ ഗോവൻ്റെ കൊടുക്കുന്നുണ്ടോ? സെയിൻ ഗോവൻ്റെ ഉണ്ടല്ലേ. 5 years 10 years വരെ വാറണ്ടി കാർഡ് കസ്റ്റമറിൻ്റെ പ്രൈസിനനുസരിച്ച് നമുക്ക് സെലക്ട് ചെയ്യാം. ഇതിപ്പം എല്ലാവർക്കും ഇപ്പം നമ്മൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ഒരു ഡൗട്ട് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഭയങ്കര റേറ്റ് ആയിരിക്കും. ഒരു 10 വർഷത്തേക്കല്ലേ ഇത്. പെയിന്റ് ഒന്നും ഡാമേജ് ആകത്തില്ല. കൂടി ഇപ്പോൾ ഒരു 6,500 രൂപ ആവും. 6,500 രൂപയ്ക്ക് ഇത് എന്തോരം കാശ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ വണ്ടി റീസ്റ്റോർ ചെയ്യാൻ. അതിൻ്റെ ഒരു 10% പോലും ആകുന്നില്ല. നമുക്കിതിപ്പോൾ എത്രയാണ് നമുക്ക് ബൈക്കുകളിൽ ഏത് മുതൽ PPF ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പെയിന്റ് അടിച്ചിരിക്കുന്ന എല്ലാ ഭാഗങ്ങളിലും ചെയ്യാം.
പെയിന്റ് അടിച്ചിരിക്കുന്ന ഭാഗങ്ങളിൽ ചെയ്യാം. ആൾമോസ്റ്റ് ആൾക്കാർ ചെയ്യുന്നത് ഈ ടാങ്കാണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. ടാങ്കിലാണ് ഡാമേജ് ആകുന്നത്. മറ്റേന്ന് പറയുമ്പോൾ ഫൈബർ പാർട്സ് ഒക്കെ ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ലെറ്ററിങ് വരുന്നതുകൊണ്ട് ഈ ഫിലിമിന് ഒരു ലിമിറ്റേഷൻ ഉണ്ടല്ലോ, കട്ടിങ് ചിലപ്പോൾ പൊങ്ങി വരാൻ ചാൻസ് ഉണ്ട്. അല്ല, ഇപ്പോൾ ഈ ലെറ്റർ ഈ ഒരു എംബ്ലോക്ക് വിട്ടിട്ട് നമുക്ക് അല്ലാതെ കട്ട് ചെയ്ത് ഒട്ടിക്കാൻ പറ്റത്തില്ല. ചെയ്യാൻ സാറേ, പക്ഷേ ഒരുപാട് ആൾക്കാർ അങ്ങനെ ചെയ്യുന്നുണ്ട്. ഫ്യൂച്ചറിൽ നമ്മൾ ഇത്രയും വർഷം വാറണ്ടി കൊടുക്കുന്നുണ്ട്. 2 ലെയർ അവിടെ ഫോം ചെയ്യുമ്പോൾ ഒറ്റയാണെങ്കിലും പിന്നെ വരത്തില്ല. 2 ലെയർ ചെയ്യുമ്പോൾ ഇവിടെ ഡസ്റ്റ് കയറി അടങ്ങും, ഡെപ്പോസിറ്റ് ബബിൾസ് വരും. പിന്നെ അത് നമുക്ക് ആ വാറണ്ടിയിൽ അതൊരു പ്രശ്നം ഉണ്ടാവും. ടാങ്ക് നമുക്ക് ഒറ്റ സ്ട്രിപ്പിൽ ചെയ്യുവാണെങ്കിൽ അടിപൊളിയായിരിക്കും. അഥവാ ഈ ഒരു ലെറ്ററിംഗ് ഒന്നുമില്ല, പരന്ന ഭാഗമുള്ള ഫൈബർ പാർട്സ് ഒക്കെയാണ് അടിപൊളി. ഇപ്പോൾ കാറിന് നമ്മൾ ഫ്ലാറ്റ് അല്ലേ, കാറിന് നമുക്ക് 100% ഷുവർ ആയിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ബൈക്ക് അത്ര പെർഫെക്റ്റ്ലി നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ല. ടാങ്കിന് കൊണ്ടുവരാം, ബാക്കിയുള്ള പാർട്സുകൾ ഇച്ചിരി. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രൊട്ടക്ഷൻ ഫിലിം ഒട്ടിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് ഏതൊരു ഇതിപ്പോൾ സ്റ്റാർട്ടിംഗ് റേഞ്ച് ഒക്കെ എത്ര മൂലം നമുക്ക് സ്റ്റാർട്ടിംഗ് സാർ ഇതിന് ഇത്രയും വർഷം വാറണ്ടി ഉള്ള പ്രോഡക്റ്റ് ആയതുകൊണ്ട് ഇതിന് 600 സ്ക്വയർ ഫീറ്റ് ആണ് റേറ്റ് വരുന്നത്. നമുക്കൊരു ബൈക്കിന് കുറഞ്ഞതൊരു 6-7 സ്ക്വയർ ഫീറ്റ് വരും, വേസ്റ്റേജും വരും. കാരണം നമ്മൾ കട്ട് ചെയ്ത് കളയുമല്ലേ. ഇത് ഫിലിമാണ്. കാരണം 10 വർഷം വാറണ്ടി. അത് സെയിം കോപ്പി സെൽഫ് ഹീലിംഗ് ആണ് സാധനം. സെൽഫ് ഹീലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ക്രാച്ച് വീണാലും വെയിലത്ത് കിടന്നാലും ഇത് ഓട്ടോമാറ്റിക്കലി ഹീലാവും, ഒട്ടിക്കോളും. പിന്നെ ഇപ്പം നമ്മൾ ഇതിപ്പം ജസ്റ്റ് ഒരു സ്ക്രാച്ച് പെയിന്റിലോട്ട് കയറാത്ത രീതിയിൽ കയറാത്തില്ല. ഇപ്പം കത്തി കൊണ്ട് വരച്ചാലോ അല്ലെ ആ ഒരു നല്ല പണി തരണമെന്ന് പറഞ്ഞ് ചെയ്താലോ മാത്രമേ ഉള്ളത് ഇതായി പോകും വിഷയം വരുന്നത്. എന്തെങ്കിലും സാധനം ടാങ്കിന്റെ പുറത്ത് വെച്ചോണ്ട് പോവുകയാണ് നമ്മൾ ബെൽറ്റൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ തട്ടാറുണ്ട്. അവിടെ കട്ടി ഒരഞ്ഞൊരഞ്ഞ് ഇതാവും. പിന്നെ നമ്മൾ പുതിയ ബൈക്കിന്റെ ഒക്കെ ഒരു കൊല്ലം കഴിയുമ്പോൾ ഈ ഭാഗത്തങ്ങ് അത് നമ്മൾ കെയറും കൂടെ ചെയ്തില്ലെങ്കിൽ ഭയങ്കര. നമ്മളെപ്പോഴും ബൈക്കിന്റെ ടാങ്കിൽ പിടിച്ചിട്ടല്ലേ ഇങ്ങനെ ബൈക്ക് എവിടെയെങ്കിലും പാർക്ക് ചെയ്ത് ഇരിക്കാൻ നേരത്തൊക്കെ മോതിരം കൊണ്ടുവരെയും ഒക്കെ എല്ലാം വളരെ കോസ്റ്റ്. അപ്പം ഈ ഒരു ഇപ്പൊ ഓരോ ബൈക്കിനും ഓരോ റേറ്റ് ആയിരിക്കും അല്ലേ? ഈ ഗ്രാഫൈൻ്റെ അഡ്വാൻസ് ടെക്നോളജി ഇത് വേറൊരു ഫോം ഇല്ല. ഇത് ഗ്രാഫൈൻ്റെ ഒക്കെ എന്ന് പറഞ്ഞാൽ ഗ്രാഫൈൻ ഇതിൻ്റെ മുമ്പിൽ ഒന്നുമല്ല, അത്രയും ഗ്ലോസി ഫിനിഷാണിത്. അതെ. അപ്പോൾ അതായത് നമുക്ക് ഒന്ന് കാണിച്ചു കൊടുക്കാം, സുഹൃത്തുക്കൾക്ക് ഒന്ന് കാണിച്ചു കൊടുക്കാം. നമ്മുടെ ഈ പറയുന്ന പോലെ പിന്നെ PPF ഒട്ടിക്കുകയാണ്. ഇത് വെള്ളമാണ് അടിക്കുന്നത്, വെള്ളമല്ലേ? അല്ല, വെള്ളമാകുന്നതുകൊണ്ട് നമുക്കിത് യാതൊരുവിധ പെയിന്റിനെ ഒരു എഫക്റ്റ് ചെയ്യത്തില്ല. സെയിം പറഞ്ഞാൽ നമ്മുടെ പിന്നെ സൺഗ്ലാസ് ഫിലിം ഒട്ടിക്കുന്ന അതിൽ കോമ്പൗണ്ട്സ്, അതായത് നമ്മൾ മെറ്റീരിയൽസ് ഇച്ചിരി കൂടെ ആഡ് ചെയ്യണം. കാരണം അത്ര പെയിന്റിനെ ഇതാകില്ല. സൺഗ്ലാസ് നമ്മൾ കണ്ടിട്ടില്ലേ, ഫിലിം ഒട്ടിക്കുമ്പോൾ ഈ പശ അവിടെ ഇരിക്കാറുണ്ട്. ഇത് അതുപോലും ഇല്ല. അപ്പോൾ എന്താ ഒട്ടിക്കുന്ന പ്രോസസ്സ് നമുക്കൊന്ന് കാണാം. ബ്രോ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഉണ്ടായിരുന്ന പേരെങ്ങനെയായിരുന്നു? മനുവാണ് PPFന്റെ ആശാൻ. PPF നേരത്തെ ഒരു ഹ്യുണ്ടായി അൽക്കസാർ ഫുള്ള് അത് ചെറിയ ബബിൾസ് മെയിൻ്റെനൻസിന് വന്നതല്ലേ? ഇതിപ്പോൾ നമുക്ക് ഈ ഒരു മാസത്തിനിടയ്ക്ക് ചെറിയ ചെറിയ ബബിൾസ് അവിടെ എവിടെയും വരും അല്ലേ? ഇതിൽ വരത്തില്ല. നമ്മൾ ചില ഭാഗങ്ങളിൽ വരും, ഒരു 2 ആഴ്ചക്കുള്ളിൽ കുറച്ച് ബബിൾസ് വരും. അതിനെ സോൾവ് ചെയ്ത് വിടണം. കാരണം അത് ഏതായാലും വരും. അതിന് നമ്മളിവിടെ കൊണ്ടുവന്ന് ചെയ്ത് കൊടുക്കും. ഇതിപ്പോൾ വാറണ്ടി എന്ന് പറഞ്ഞാൽ 2 കൊല്ലത്തിനിടയ്ക്ക് ഈ ഒരു ഇതിനകത്തിപ്പോൾ ഫുള്ള് ബബിൾ വല്ലതും കയറുകയാണെന്ന്. 2 കൊല്ലമല്ല പറയാം, 10 കൊല്ലം 5 തൊട്ട് 10 വരെയുള്ള വാറണ്ടിയുടെ ഇതുണ്ട്. പ്രൈസിൽ ഇത് നമ്മൾ മാറ്റം വരുത്തുന്നുണ്ട്. നമ്മുടെ 5 കൊല്ലത്തിൻ്റെയും 10 കൊല്ലത്തിൻ്റെയും വാറണ്ടി വരുന്നുണ്ട്. അത് വിത്ത് വാറണ്ടി കാർഡ് സഹിതം. സെയിം കോപ്പിൻ്റെ വാറണ്ടി കാർഡ് ഉണ്ട്. കമ്പനി തരുന്നുണ്ട്. സെയിം കോപ്പിൻ്റെ വാറണ്ടി കാർഡ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് അത്രയും വിശ്വാസത്തോട് കൂടി ഇത് കൊണ്ടുവന്ന് പിന്നെ നമ്മുടെ ഈ ഒരു PPF ഒട്ടിക്കുക, അതായത് ഒട്ടിച്ചുകൊണ്ടിരിക്കുക, ഒന്ന് നമുക്ക് അടുത്തൊന്ന് കാണിച്ചു കൊടുക്കുക. നേരത്തെ PPF ഒട്ടിക്കുന്നതിന് മുമ്പേ നമ്മൾ ജസ്റ്റ് ടാങ്ക് കാണിച്ചു തന്നു. അതിനുശേഷം ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് ക്യാമറയിൽ എത്രത്തോളം മനസ്സിലാവുമെന്നറിയില്ല, എങ്കിൽ തന്നെ നമുക്ക് അത്യാവശ്യം അറിയാൻ പറ്റും. അതെ. ഇപ്പം ശരിക്കും നിങ്ങളിത് വണ്ടിപ്രാന്തന്മാരാണ്, ബൈക്ക് പ്രാന്തന്മാരാണ്, കാർ പ്രാന്തന്മാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശരിക്കും ഇത് PPF ചെയ്യണത്. ഇപ്പം തന്നെ തൊടും, അതായത് ഇപ്പം ഈ ഒരു ടാങ്ക് ഈ ഒരു ഭാഗത്ത് തൊടുന്നതും ഈ ഒരു ഭാഗത്ത് തൊടുന്നതും തമ്മിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവും പകലും വ്യത്യാസമുണ്ട്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഈ ഒരു ക്വാളിറ്റി വന്ന് നേരിട്ടൊന്ന് തൊട്ട് അനുഭവിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ചെയ്യും. പിന്നെ എൻ്റെ വണ്ടി ഇപ്പം ബൈക്ക് പഴയതായിപ്പോയി. അപ്പോൾ ഇനി പെയിൻ്റൊക്കെ ചെയ്തിട്ട് ഞാൻ എന്തൊക്കെയാലും ഉറപ്പായിട്ടും PPF ചെയ്യും. കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ടാങ്ക് ബാഗ് തന്നെ വണ്ടിക്ക് ബൈക്കിന് വാങ്ങിച്ചിട്ടതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഫുള്ള് ടാങ്ക് ഇതേപോലെ ഇരുന്ന് ഒരഞ്ഞ് പെയിൻറ്റും പോയി ഭയങ്കര വൃത്തിയായിട്ട് എവിടെയെങ്കിലും കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ആദ്യം അതെടുത്ത് കാണിക്കും. നമ്മുടെ ഒരു ബൈക്കിൽ അങ്ങനെയുള്ളവർക്കും ഇത് ഗുണമാണ്. കാരണം വേറെ ഡാമേജസ് ഒന്നും ഉണ്ടാകത്തില്ല. അതേപോലെ തന്നെ ഇതിപ്പോൾ ഒട്ടിക്കുന്ന ഭാഗത്താണെന്നുണ്ടെങ്കിൽ തുരുമ്പ് അങ്ങനെയുള്ള പ്രശ്നങ്ങളും ഒന്നുമില്ല. ഇപ്പോൾ പെട്രോൾ ഒഴുകി വീണാലും കുഴപ്പമില്ല. ഓക്കെ. അപ്പോൾ ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ നമ്മുടെ ഈ പിന്നെ
കടലോരം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ താമസിക്കുന്ന ആൾക്കാരുണ്ടല്ലേ, അപ്പോൾ അവരുടെ പെയിൻറ്റ് ബോഡി തന്നെ തുരുമ്പിക്കാറുണ്ട് എന്നും കടൽക്കാറ്റടിച്ച്. അപ്പോൾ ഇതൊരു പ്രൊട്ടക്ഷനായിട്ട് പ്രൊട്ടക്ഷനാണ്. പെയിന്റ് വരുന്നില്ലല്ലോ, വെളിയിലോട്ട് കാണുന്നില്ല, ഈ ഫിലിമിലാണ് വയ്ക്കുന്നത്. ഓക്കെ. അപ്പോൾ ഈ നമ്മൾ ഈ പറയുന്ന പോലെ ഉപ്പുകാറ്റിൻ്റെയൊക്കെ പ്രശ്നമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ആ ഒരു തുരുമ്പോ അങ്ങനെയുള്ള പ്രശ്നങ്ങളോ ഒന്നും. നമ്മുടെ ഇവിടെ PPF ഫിലിം ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ ഇനി എത്ര സമയം എടുക്കും തീരാൻ? അരമണിക്കൂറല്ലേ? അപ്പോൾ അരമണിക്കൂറിനുള്ളിൽ തീരും. അപ്പോൾ ഫുള്ള് നമ്മളത് കാണിച്ചുകൊണ്ടിരിക്കേണ്ട. അപ്പോൾ ഇത് ഫുൾ റീസ്റ്റോർ ഫുൾ വർക്കും കാര്യങ്ങളും എല്ലാം ചെയ്തില്ലേ വണ്ടി? ഓക്കെ. അപ്പോൾ നമ്മൾ തന്നെ ഫുള്ള് പെയിൻറ്റിങ്ങും കാര്യങ്ങളും എല്ലാം ചെയ്ത് PPF ഗ്രാഫൈനോ അതെ അങ്ങനെയുള്ള എന്ത് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ. അപ്പോൾ നമ്മുടെ ജീപ്പും ഫുള്ള് പുള്ളി ഒട്ടിക്കാൻ കൊണ്ടുവന്നതല്ലേ? അത് ഇതാണ്ട് ഇവിടെ എന്താണ്ട് ചെറിയൊരു സിമ്പിൾ സ്ക്രാച്ച് എന്താണ്ട് വീണതാ. ഈ ഒരു സ്ക്രാച്ച് വീണപ്പോൾ ഇനി ബാക്കി ഇതേപോലെ ഈ ഒരു സ്ക്രാച്ച് ഉണ്ടല്ലോ, നിങ്ങൾ കണ്ടില്ലേ? ഈ ഒരു സ്ക്രാച്ച് പോലെ ഈ ഒരു ബോഡി വീണുമ്പോഴത്തേക്ക് ചിലപ്പോൾ മോൻ വീണ്ടും പുതിയൊരു ക്ഷയിക്കുന്നത്. കുഞ്ഞിലിങ്ങറോ ബാപ്പ, അദ്ദേഹത്തിൻ്റെ ബാപ്പ അങ്ങനെ ഒരു രീതിയിലാണ് വളർത്തിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കുഞ്ഞിനെ അങ്ങനെ കൊണ്ടുവരാൻ. ഓക്കെ. അതല്ലാതെ ചിലപ്പോൾ ഇനി ഇതിനകത്ത് ഫുള്ള് സ്ക്രാച്ച് വീണ് കഴിഞ്ഞാൽ പുതിയ സാധനം വാങ്ങിയത് അത്യാവശ്യം നല്ല കോസ്റ്റ് ആയതുകൊണ്ട് പുതിയത് ഇനി വാങ്ങിച്ചു കൊടുക്കാൻ പറഞ്ഞാലേ. അപ്പോൾ അതുകൊണ്ട് PPF ഒട്ടിക്കാമെന്ന് കരുതി. അപ്പോൾ ഇത് ഒട്ടിച്ച് തീരട്ടെ. നമ്മുടെ PPF ഒട്ടിച്ച് തീർന്നതിന് ശേഷം ആ ഒരു ഫിനിഷിങ് കാര്യങ്ങൾ കാണിച്ചു തരാം. അപ്പം നിങ്ങൾക്ക് എല്ലാ ബൈക്കുകളിലും വളരെ ചുരുങ്ങിയ ചിലവിൽ, കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഒരു പിന്നെ വൺ ടൈം നമ്മുടെ ആ ഒരു ചെറിയൊരു കൊച്ചൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ ഒരു 10 കൊല്ലം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഒരു വണ്ടിയുടെ ഒരു ലൈഫ് ടൈം പോലെ തന്നെയാണ് അത്. നിങ്ങൾക്ക് ആ ഒരു വാറൻറ്റിയും കിട്ടും, വിത്ത് വാറൻറ്റി കാർഡ് സഹിതം കിട്ടും. അപ്പം അത് വളരെ റേറ്റ് കുറച്ച് നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ഉറപ്പായിട്ടും പുതിയ വണ്ടി എടുക്കുന്നവർ PPF ഈ സെറാമിക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ സ്ക്രാച്ച് പ്രൂഫ്. സെറാമിക് നമുക്ക് അത്യാവശ്യം സ്ക്രാച്ച് ഡിഫെൻഡ് ചെയ്യാം. 9H എന്നാണ് പറയുന്നത്. 9H വരെ, അതായത് 9H നമ്മുടെ പെൻസിലുണ്ടല്ലോ, പണ്ട് നമ്മൾ യൂസ് ചെയ്യും 9H പോയിന്റ് ചെയ്ത പെൻസിലുണ്ടല്ലോ, അതിൻ്റെ ഹാർഡ്നെസ് ആണ്. അത് വെച്ച് വരച്ചാലും സെറാമിക്കിന് പരിക്കേക്കുന്നതാണ് പറയുന്നത് ടെക്നിക്കലി അങ്ങനെ പറയുന്നത്. പക്ഷേ PPF അതല്ല. PPF എന്ന് പറഞ്ഞാൽ അത്യാവശ്യം സ്ട്രോങ് ആണ് സാധനം, ആ തിക്നെസ് ഉള്ള സാധനമാണ്. ഓക്കെ. അപ്പോൾ എനിക്ക് ഇപ്പോൾ ഞാനൊരു ചോദിക്കാം, ഇപ്പോൾ കാറിനായാലും ബൈക്കിനായാലും ഇപ്പോൾ ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ സെറാമിക് ഓർ PPF സജസ്റ്റ് ചെയ്യുന്നത് ഏതാ ബെറ്റർ എന്ന് ഞാൻ അവരോട് ചോദിക്കും, ഏതാണ് ബഡ്ജറ്റ് എന്ന് ചോദിക്കും. ഫസ്റ്റ് ഒരു കസ്റ്റമറോട് ചോദിക്കാറുണ്ട്. കാരണം അവരുടെ ഏതാണ് അവരുടെ ആഗ്രഹം, ചിലപ്പം ഇതിലോട്ടായിരിക്കാം. സെറാമിക്കിനേക്കാളും PPF കോസ്റ്റ് കൂടുതലല്ലേ? കോസ്റ്റ് കൂടും. പക്ഷേ ഇയേഴ്സിൽ നമുക്ക് ലൈഫ് കൂടുമല്ലേ? എത്ര ഇയേഴ്സ് കിട്ടും? 10 കൊല്ലം. സെറാമിക് എന്ന് പറഞ്ഞാൽ ബൈക്കിൽ ചെയ്തിട്ട് ഒരു കാര്യമില്ല. കാരണം ബൈക്കിൽ സ്ക്രാച്ച് വീഴും. അപ്പം ബൈക്കിൽ ഒരിക്കലും സെറാമിക് ഒന്നും നിങ്ങൾ ചെയ്യാൻ നിൽക്കേണ്ട, നേരെ വരിക. നിങ്ങളെ ടാങ്ക് പറഞ്ഞായിരുന്നു ഹെൽമെറ്റിൽ ചെയ്യുന്നുണ്ട്. അതായത് പയ്യന്മാർ ചെയ്യുന്നുണ്ട്. 30,000 രൂപയുടെ ഹെൽമെറ്റ് ചെയ്ത കാര്യം. അതെ. ബൈക്ക് ഇപ്പോൾ റോഡിൽ താഴെ വീഴാറുണ്ട്, നമ്മുടെ കയ്യിൽ നിന്നൊക്കെ സ്കിപ്പായിട്ട്. അതിനൊന്നും പരിക്കേക്കും. ശരിയാ. അതേപോലെ തന്നെ ഇപ്പം അരുൺ ഇപ്പം ഹെൽമെറ്റിൻ്റെ കാര്യം പറഞ്ഞതുപോലെ നമ്മൾ ഇപ്പം വേറെ ഒന്നുമില്ല, 30,000 രൂപയുടെ ഹെൽമെറ്റ് അരുൺ അത് ഒട്ടിച്ച് സ്ട്രെല്ലിന് വല്ലതുമാണ് ഒട്ടിച്ചു കൊടുത്തത്. ഓക്കെ. അപ്പം അല്ല 30,000 രൂപയുടെ ഹെൽമെറ്റ് ആയതുകൊണ്ട് ചോദിച്ചതാണ്. അപ്പോൾ 30,000 രൂപയുടെ ഹെൽമെറ്റിലൊക്കെ അത് ഒട്ടിക്കുമ്പോഴത്തേക്ക്, കാരണം ഹെൽമെറ്റ് നമ്മൾ അവിടെ ഇവിടെ എല്ലാം കൊണ്ടുവയ്ക്കുന്നതാണ്. നമ്മളൊരു പുതിയ ഹെൽമെറ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ 1 മാസത്തിനുള്ളിൽ അവിടെ ഇവിടെ സ്ക്രാച്ച് വീണ പ്രശ്നമാണ്. അപ്പോൾ ഇത് ഒട്ടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്നും പുതിയതുപോലെ ഇരിക്കും. അതേപോലെ പരിക്കുകളൊക്കെ കേൾക്കുന്നത് PPF-ലാണ്. അപ്പോൾ അത് അഥവാ ഈ സ്ക്രാച്ച് വീണ് കഴിഞ്ഞാലും സെൽഫ് ഹീലിംഗ് ആയിരിക്കും. ഇനി കീറിപ്പോയാൽ മാത്രമേ ഉള്ളൂ നമുക്ക് പിന്നെ റീപ്ലേസ് ചെയ്യേണ്ടതായിരുന്നു. കീറിപ്പോകാൻ ചാൻസ് ഇല്ല. ഇത് ഭയങ്കര വലിഞ്ഞു വരുന്ന സാധനം. അത് തന്നെ. അത് ഞാൻ പിടിച്ചപ്പം തന്നെ കണ്ടു. അപ്പോൾ നമ്മുടെ അതാണ്ട് ഇവിടെ PPF ഏകദേശം ഒട്ടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഒട്ടിച്ച് തീർന്നിട്ട് ബാക്കി വിശേഷങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ നമ്മുടെ PPF വർക്ക് ഇതുവരെയ്ക്കും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ നല്ല കെയറായിട്ട് ഞങ്ങൾ ആരും അതിൻ്റെ അകത്ത് കയറാതെ ഞങ്ങളിങ്ങ് പുറത്തോട്ട് ഇറങ്ങി. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ നിന്ന് ആ ഒരു പൊടിയൊന്നും അടിച്ച് ബബിൾസൊന്നും കയറേണ്ട, അത്രയും കെയർ എടുത്തിട്ടാണ് ചെയ്യുന്നത് അല്ലേ? നമ്മൾ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ശ്വാസത്തിൽ നിന്നുള്ള ആ ഒരു പൊടിയും വരില്ല. അതുകൊണ്ട് ഞങ്ങളെല്ലാം പുറത്തോട്ട് ഇറങ്ങി AC-യിൽ കിടന്നിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ പൊടിയൊന്നും ഞങ്ങളുടെ ആവശ്യമില്ല, പുള്ളിക്കാരെ ഒറ്റയ്ക്ക് ഒട്ടിച്ചോളും. അപ്പോൾ നമ്മുടെ ഇവിടെ തന്നെ നമ്മുടെ അരുണിന് തന്നെ ഒരു മൊബൈൽ യൂണിറ്റ് ഉണ്ടല്ലേ? അതെങ്ങനെ അരുണേ മൊബൈൽ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കാറിനെ സ്നേഹിക്കുന്നവരുടെ വീട്ടിലോട്ട് എത്തും, നേരിട്ടെത്തും. ഓക്കെ. അപ്പോൾ നമ്മുടെ ആ ഒരു കൊടുക്കുന്ന ഓഫേഴ്സ് ഇതൊക്കെയാണ്: പോളിഷിങ് ആൻഡ് വാക്സിങ്, ഫോം വാഷ്, സ്റ്റീം വാഷ്, ഇൻറ്റീരിയർ ക്ലീനിങ്, ആൻറ്റി ബാക്ടീരിയൽ ട്രീറ്റ്മെൻറ്റ്, ഓൾ ഓവർ ഡീറ്റെയിലിങ്. അതായത് എല്ലാ പരിപാടിയും, ഒരു വണ്ടിയുടെ പെയിൻ പ്രൊട്ടക്ഷനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഇവരാണല്ലേ സ്ഥിരമായിട്ട് പോണത്? എങ്ങനെയാണ് മോനെ, ഇന്ന് എത്ര വർക്ക് എടുത്തായിരുന്നു? 10-11 ഉണ്ടായിരുന്നു. ഏതൊക്കെ സ്ഥലത്താണ് നിങ്ങൾ പോണത്?
നമ്മളൊരു സ്ഥലം ബേസ് ചെയ്ത് അവിടെ ആ ഒരു ഏരിയ കുറച്ച് വർക്ക് എടുത്തിട്ട് അങ്ങനെ ആ സൈഡിലോട്ട് പോകും അല്ലേ? അത് ഇപ്പം നാളെയാണെന്നുണ്ടെങ്കിൽ ഏത് സൈറ്റ് ആയിരിക്കും? നാളെ നമുക്ക് അടൂര് ഭാഗത്താണ്. അടൂര് ഭാഗത്ത്. അതായത് നിങ്ങളെങ്ങനെയാണ് ഇത് ഓൺലൈനായിട്ട് നമ്മൾ ഈ നമ്പറിൽ വിളിച്ചാൽ ആ നമ്പറിൽ വിളിച്ചാൽ, അതായത് ഈ 98 46 39 60 60 എന്ന് പറയുന്ന ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ വന്ന് ഫോം വാഷും കാര്യങ്ങളും എല്ലാം ചെയ്യും. അപ്പോൾ ആ ഒരു ഫോം വാഷിൻ്റെ കാര്യങ്ങൾ നമ്മുടെ MLAയുടെ വണ്ടി ഇതാ, നമ്മുടെ ഗണേഷ് കുമാർ സാറിൻ്റെ വണ്ടി ഇവിടെ കിടപ്പുണ്ടായിരുന്നു. ഈ വണ്ടി നമ്മൾ ഫോം വാഷ് ചെയ്ത് ആ ഒരു വീഡിയോയുടെ ഫുട്ടേജ് നമുക്ക് ജസ്റ്റ് കാണിച്ചു കൊടുക്കുക. ഏത് പ്രോഡക്റ്റ് ഇട്ടോ ആരുടെ വാറണ്ടി ഉള്ള പ്രോഡക്റ്റ്? അതായത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മൾ റെഗുലർ കസ്റ്റമേഴ്സിന് എപ്പോഴും ചൂസ് ചെയ്യാം. ഇതിപ്പോൾ പുറകോശം നമുക്ക് പരിചയപ്പെടാം. ഇപ്പോൾ നമ്മുടെ ഫുള്ള് ഇതിനകത്ത് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ടല്ലേ? വാട്ടർ ടാങ്ക്, മെഷീൻ, ബാക്കിയുള്ള കാര്യങ്ങൾ എല്ലാം നോട്ടൻ്റെ ആണ്. പ്രോഡക്റ്റുകളൊക്കെ എല്ലാം നോട്ടൻ്റെ പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. അതായത് നമുക്ക് ഈ പറയുന്നത് പോലെ നമ്മുടെ ഈ വണ്ടിക്കകത്ത് വളരെ വില കൂടിയ വണ്ടിക്കകത്ത് സാധാരണ സർവീസ് സെൻ്ററുകളിൽ, ലോക്കൽ സർവീസ് സെൻ്ററുകളിൽ പോയി കഴിഞ്ഞാൽ, ഇപ്പം നമ്മളാരെയും കുറ്റപ്പെടുത്തി പറയുന്നതല്ല, പക്ഷേ അല്ല, അത് കറക്റ്റ് കാര്യം പറയണമല്ലോ. നമ്മൾ അറിയേണ്ട കാര്യങ്ങൾ അറിയണ്ടേ? നമ്മൾ അറിവില്ലാതെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. കാരണം നമ്മൾ ഒരു കൂടിയ വണ്ടിയിൽ കൊണ്ടുവന്നിട്ട് നമ്മൾ സോപ്പ് പൊടി പോലും യൂസ് ചെയ്യാൻ പാടില്ല അകത്ത്. കാരണം അത് പോയില്ലെങ്കിൽ ഈ വെയിലത്ത്, കാരണം നമ്മളെ ഷർട്ട് തന്നെ കഴുകിയിട്ട് സോപ്പ് പോയില്ലെങ്കിൽ ഫെയ്ഡ് ആവും. അതേപോലെയാണ് ഇന്ത്യയിലും. നമ്മൾ ആ സോപ്പിന് മാക്സിമം കളഞ്ഞില്ലെങ്കിൽ അതെന്താവും, ഫെയ്ഡ് ആവും. ലെതർ ആണെങ്കിൽ എന്ത് ചെയ്യും, ഡ്രൈ ആയി പൊട്ടാൻ തുടങ്ങും. അതൊക്കെ നമ്മുടെ ഈ ഇന്ത്യൻ ക്ലീനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യം. അത് നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് ആണെങ്കിൽ അത് അതേപോലെ തന്നെ നിൽക്കുമല്ലേ? നമുക്കിപ്പോൾ സാധാരണ ഒരു കാറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എത്ര രൂപ? സാധാരണ കാർ ഇപ്പോൾ വാഷിങ്ങിനാണെങ്കിൽ 400 തൊട്ടുണ്ട്. ചെറിയ വണ്ടി HB ഒക്കെ ഒരു 400 തൊട്ട് സ്റ്റാർട്ട്. ഇപ്പോൾ SUV ഒക്കെ വരാണെന്നുണ്ടെങ്കിൽ ഒരു 600 രൂപ. 600 രൂപ. അതെ, ഓക്കെ. അതേപോലെ തന്നെ ഇതിപ്പോൾ ഫുൾ പാക്കേജ് ഉണ്ട്. ഈ പറയുന്ന പോളിഷിങ്, വാക്സിങ്, ഫോം വാഷ്, സ്റ്റീം വാഷ്, ഇന്റീരിയർ ക്ലീനിങ്, ഇതെല്ലാം കൂടെ, എഞ്ചിൻ ബൈ ക്ലീനിങ് എല്ലാം കൂടെ ഒരു ഷോറൂം കണ്ടീഷൻ, മിനി ഷോറൂം കണ്ടീഷൻ ആക്കും. സെറാമിക് ഇല്ലെന്നേ ഉള്ളൂ. ബാക്കി പോളിഷ് ഇല്ലാതെ, പോളിഷും കാണത്തില്ല. ബാക്കി എല്ലാം കണ്ടീഷൻ ആക്കുന്നത് 2500 രൂപ, 3000 രൂപ അടുത്താവും, അകത്താവും ഫുള്ള്. അതായത് നമ്മൾ ഫോം വാഷ്, അതിനകത്ത് എന്തൊക്കെ വരും? പോളിഷിങ്ങും വാക്സിങ്ങും വരും അല്ലേ? പോളിഷിങ്ങും വാക്സിങ്ങും വരും. പക്ഷേ അത് ഡീപ്പായിട്ട് ചെയ്യാൻ പറ്റത്തില്ല. അത് സ്റ്റുഡിയോയിൽ തന്നെ ചെയ്യണം. കാരണം അത് നമ്മൾ ഇപ്പോൾ പോളിഷ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് സ്ക്രാച്ച്, ചില കസ്റ്റമർ ചെല്ലുമ്പോൾ അവിടെ സ്ക്രാച്ച് കാണും. അപ്പോൾ ഇവർ ബഫ് ചെയ്ത് തന്നെ ഒന്ന് റെഡിയാക്കി കൊടുക്കും. അവർക്ക് ടൈം ഇല്ലാത്തതുകൊണ്ടായിരിക്കും അവർ വരാത്തത്. അപ്പോൾ അങ്ങനെയാണ് അതിനൊരു പോളിഷിങ് വന്നത്. വണ്ടി ഫുള്ള് പോളിഷ് ചെയ്യാനുള്ള സിസ്റ്റം ഇല്ല. അത് നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം അത് അങ്ങനെ ചെയ്യുമ്പോൾ, പുറത്തിട്ട് ചെയ്യുമ്പോൾ അതിനകത്ത് കൂടുതലും ഈ മണ്ണുകളൊക്കെ വന്ന് പാടിൽ പിടിച്ചു കഴിഞ്ഞാൽ വീണ്ടും അത് സ്ക്രാച്ച് ആകും. അതാണ് ഈ ഓപ്പൺ എയറിൽ ചെയ്ത് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ, ഈ പാടൊന്ന് ജസ്റ്റ് ഒന്ന് മണ്ണ് കയറി കഴിഞ്ഞാൽ നമ്മൾ ചെയ്തെടുത്ത് മൊത്തം വീണ്ടും പണിയാവും അല്ലേ? ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ മിസ്റ്റർ ഗുബോട്ടിൻ്റെ പിന്നെ സർവീസ്, പിന്നെ ഹോം സർവീസ് അവൈലബിൾ ആണ്. നമ്മുടെ 98 46 39 60 60 നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇവരൊക്കെ തന്നെ വരുന്നത്. വന്ന് ഫുള്ള് നിങ്ങൾക്ക് വാറണ്ടിയോടുകൂടി, പിന്നെ നല്ല ഇതിന് വാറണ്ടി വരത്തില്ല, തെറ്റിപ്പോയതാണ്. വാഷിന് അഴുക്ക് വന്ന് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന് നമുക്ക് വാറണ്ടി ഉണ്ട്. വണ്ടി റെഗുലറായിട്ട് നമ്മളെ വണ്ടി ചെയ്യിപ്പിക്കുവാണെങ്കിൽ ആ വണ്ടി നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാം നല്ലതുപോലെ. അതെ, ഇനിയിപ്പോൾ ഞങ്ങൾ തന്നെ അല്ല കേട്ടോ, ഈ ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് ഇട്ട് ആര് ചെയ്താലും നിങ്ങൾക്ക് കസ്റ്റമേഴ്സിന് വിളിക്കാം. ഇതിപ്പോൾ നമുക്ക് ഈ ഹോം ഡെലിവറി ഇപ്പം വീട്ടിൽ പോയി സർവീസ് എവിടെ, ഏതൊക്കെ ജില്ലകളിലാണ്? നമുക്കിപ്പോൾ കൊല്ലം, അടൂർ, നമ്മൾ സിംഗിൾ യൂണിറ്റേ ഉള്ളൂ. പക്ഷേ അവർ ആ ഒരു ടൈം വെച്ചിട്ടാണ്. ഇപ്പോൾ ഒരു 10-12 കസ്റ്റമർ ഉണ്ടെങ്കിൽ അവരുടെ ടൈമിന് കളക്ട് ചെയ്തിട്ടാണ് വന്ന് ചെയ്യുന്നത്. കാരണം ഒരു യൂണിറ്റേ ഉള്ളൂ. കാരണം ആ ഒരു ഉള്ള യൂണിറ്റ് മര്യാദയ്ക്ക് നോക്കുക എന്നുള്ളേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ ഇപ്പോൾ നമുക്ക് അത്യാവശ്യം ഇപ്പോൾ വണ്ടി ഇവിടെ തന്നെ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ സിംഗിൾ വർക്ക് വിളിച്ച് പറയാണ് ഇവിടെ തൊട്ടടുത്താണെങ്കിൽ നമ്മൾ 2 ദിവസത്തെ വർക്ക് നമ്മൾ കളക്ട് ചെയ്തിട്ട് അങ്ങ് വരും. ഓക്കെ. അപ്പോൾ ഇവിടെ ഉള്ള ഏരിയയിൽ ഒരു അവിടെ ചെയ്തു കൊടുക്കും. ഓക്കെ. അപ്പോൾ നമ്മുടെ സർവീസ് ആവശ്യമുള്ളവർ നമ്മുടെ ആ ഒരു നമ്പർ നേരത്തെ കാണിച്ചാണ്, എഴുതി കാണിക്കുന്ന നമ്പറുണ്ട്. ആ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. നിങ്ങൾക്ക് നല്ലൊരു സർവീസ് നിങ്ങളുടെ വീട്ടുമുറ്റത്ത് കിട്ടും.